ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവൻ കൊടുത്ത ആഹാരം കഴിച്ചേ ആർക്കോ ഫുഡ് പോയിസൺ വന്നിട്ടുണ്ടാവും. വയറിളക്കത്തിന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നപ്പോ അവൻ തട്ടുകടക്കാരനെ തട്ടാൻ നോക്കിയതായിരിക്കും. വിക്രം, എങ്ങോട്ടാ ധൃതിയില്? ഓ, വിജയ ആഘോഷിക്കാൻ പോവായിരിക്കും. വേണ്ട, എനിക്കൊരു കാര്യത്തിന് ഉത്തരം കിട്ടിയാ മതി. ജഗന്റെ ചങ്കിലേക്ക് കത്തി കുത്തി ഇറക്കിയിട്ട് കൊല്ലാതെ വിട്ടത് എന്തിനാ? ഞാൻ ജഗനെ രക്ഷിച്ചു കൊണ്ടുവന്നവനാ. താലി കെട്ടിയവനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നവനോട് നന്ദി പറയുന്നതാണ് സാമാന്യ മര്യാദ. അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ഈ കുറ്റപ്പെടുത്തലുകൾ ഒന്ന് ഒഴിവാക്കിക്കൂടെ? വിക്രം, നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നയാളാ. പക്ഷേ ആ അഭിനയം എന്നോട് വേണ്ട. എന്റെ അനുജിത്തിയെ കൊന്ന നിന്നെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. നിന്റെ അവിശുദ്ധ ബന്ധങ്ങളും പണക്കൊടുപ്പും നിന്നെ എല്ലാ കാലത്തും സംരക്ഷിച്ചു പോരുന്നുള്ള നിന്റെ അഹങ്കാര ചിരിയല്ലേ നിന്റെ ഈ മുഖത്ത്? അത് കറുക്കുന്ന നാളുകൾ അടുത്തു. ഇനി നിന്റെ ചുവടുകളും പിഴയ്ക്കും. നല്ല കൊതുകാണല്ലോ ഇവിടെ. പക്ഷേ ഒന്ന് കടിക്കുന്നത് വരെയുള്ളൂ അതിന്റെ ആയുസ്. നിന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഈ താലി അഴിഞ്ഞു പോകാതിരിക്കുന്നത് വിക്രമിന്റെ പിച്ചയായി കരുതിയാ മതി. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കാണ് വിക്രം. ഒതുങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ വെറുതെ പ്രകോപിപ്പിച്ച എന്നിലെ മൃഗത്തെ പുറത്തു കൊണ്ടുവരരുത്. അതാർക്കും നല്ലതായിരിക്കില്ല. നിന്റെ അഭിനയം പലരുടെ മുന്നിലും നടക്കും. പക്ഷേ എന്നോട് വേണ്ട. എന്റെ വർഷമാണ് നീ എന്ത് ചെയ്തു എന്ന് എനിക്കറിയണം. നിങ്ങളുടെ മാനസിക നിലയ്ക്ക് എന്തോ കാര്യമായ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അത് മാറിക്കഴിയുമ്പോ നമുക്ക് സംസാരിക്കാം. എന്താ വിനുവേട്ടാ, എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഇവിടെ ആർക്കും ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. എന്തിനെല്ലാവരും കൂടി ഈ മുറിയിൽ കുത്തിത്തള്ളി നിൽക്കുന്നത്? കണ്ണീരൊലിപ്പിച്ച് നിന്നു വെച്ച് കുത്തുകൊണ്ട് കിടക്കുന്നതിന്റെ വേദനയ്ക്ക് വല്ല കുറവുണ്ടാവോ? പ്രകാശ, സമയവും സാഹചര്യവും നോക്കി വേണം സംസാരിക്കാൻ. അമ്മ, അതിന് അമ്മയുടെ മോന് വകതിരിവ് വേണ്ടേ? വകതിരിവില്ലാത്തത് എനിക്കല്ല, ഈ കിടക്കുന്നവനാ.
വളിച്ചതും പുളിച്ചതും ഒക്കെ നാട്ടുകാർക്ക് വിളമ്പി കൊടുത്താലേ ദാ ഇതുപോലെ കിടക്കേണ്ടി വരും. ഇവൻ കൊടുത്ത ആഹാരം കഴിച്ചേ ആർക്കോ ഫുഡ് പോയിസൺ വന്നിണ്ടാവും. വയറിളക്കത്തിന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നപ്പോ അവൻ തട്ടുകടക്കാരനെ തട്ടാൻ നോക്കിയതായിരിക്കും. ഏതായാലും ദൈവാധനം കൊണ്ടൊന്നും സംഭവിച്ചില്ല. ഇവിടെ ഒരുത്തിയുടെ ജാതകദോഷം വെച്ച് നോക്കിയാലേ കണ്ണി കൊള്ളേണ്ടത് കരളി കുത്തി കയറണതാ. പ്രകാശേട്ടാ, ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ? ഇതൊന്നും ദൈവം പോലും സഹിക്കില്ല. എടി, കണ്ണി കണ്ടവന്റെ കയ്യിൽ നിന്ന് കുത്തുകൊണ്ട് വന്നവനെ പുകഴ്ത്തിപ്പാടിയെന്ന് വെച്ച് അവന്റെ വയറ് കീറിയതിന്റെ വേദന കുറയാനൊന്നും പോകുന്നില്ല. ഇപ്പൊ കൊടുത്ത ഇഞ്ചക്ഷന്റെ വീര്യം കുറയും തോറും വേദനയുടെ വീര്യം കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ മൂക്കിൽ പഞ്ഞി വെച്ച് കിടത്തേണ്ടി വന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ദൈവത്തിനോട് നന്ദി പറയാ. നാളെ കഴിഞ്ഞ് വേദനയൊക്കെ കുറയുമ്പോഴേ കുശലങ്ങളൊക്കെ പറയാം. പ്ലീസ്, കണ്ടവന്റെ കുത്തുകൊണ്ട് കിടക്കുന്നവന് കുറച്ച് ശ്വാസം കിട്ടട്ടെ. ഡാ, പട്ടിയെ പോലെ ഇരുന്ന് മോങ്ങാതെ എണീറ്റ് പോടാ. വിനുവേട്ടാ, എന്താ ഇത്? നിന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഈ താലി അഴിഞ്ഞു പോകാതിരിക്കുന്നത് വിക്രമിന്റെ പിച്ചയായി കരുതിയാ മതി. മാധവേട്ട, ദേ വന്ദന. വന്ദന എന്താ പുറത്ത്? മോളെന്താ ഇവിടെ നിൽക്കുന്നേ? ജഗൻ അവിടെ ഒറ്റയ്ക്ക് കിടക്കുകയാ. മോളകത്തേക്ക് പോ. ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട് മോളെ. അല്ലെങ്കിൽ ആ സമയത്ത് വിക്രം അവിടെ എത്തില്ലായിരുന്നല്ലോ. മാനത്തെ കൊട്ടാ